നമ്മുടെ നാട്ടിൽ നമ്മൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നതിന് കുറേയധികം കാരണങ്ങൾ ചേർന്നിട്ടാണത് സംഭവിക്കുക. സമൂഹത്തിന് ഒരുമിച്ച് കൂടാനായിട്ട് ഒരുപാട് സാഹചര്യങ്ങൾ ഉള്ള ഒരു നാട്ടിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഉത്സവങ്ങളും പെരുന്നാളുകളും അങ്ങനെ നമ്മുടെ സമൂഹത്തിൻ്റെ സ്നേഹവായ്പ് പരസ്പരം പങ്കുവയ്ക്കുന്ന സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ അത് മാത്രമല്ല, ചില അപകടങ്ങളും നമ്മുടെ സമൂഹത്തിൻ്റെ ഒത്തൊരുമയെ വിളിച്ചു പറയാറുണ്ട്. 2018 നമ്മുടെ ഓർമ്മയിൽ നിന്നും മാഞ്ഞിട്ടില്ല. സ്നേഹത്തിൽ നമ്മൾ എത്ര മുമ്പിലാണ് എന്ന് പരസ്പരം കാണിച്ചു കൊടുത്ത ഒരു അപകടമാണ് ആ വെള്ളപ്പൊക്കത്തിൽ കൂടെ നമ്മൾ കണ്ടത്. നമ്മുടെ ഓഫീസ് തന്നെ, ഗ്രേപ്സിൻ്റെ ഓഫീസ് 2 ആഴ്ചയോളം വെള്ളത്തിൽ മുങ്ങിക്കിടന്നിട്ട് നമ്മൾ രണ്ടാമത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് ക്ലീൻ ചെയ്യുക എന്നതൊരു ഹെർക്കൂലിയൻ ടാസ്ക് ആയിരുന്നു. അന്ന് വരെ വെള്ള ഉടുപ്പ് മാത്രം ഇട്ട് ഡീസൻ്റായിട്ടിരുന്ന് പ്രോഗ്രാം മാത്രം ഞാൻ എഴുതും എന്ന് പറഞ്ഞിരുന്ന പലരും ഓഫീസിലെ ചെളി വാരിക്കളയാനും ഒക്കെ കള്ളിമുണ്ട് കൊടുത്ത് ഇറങ്ങിയപ്പോൾ പരസ്പരമുണ്ടായ ഒരു കൂട്ടായ്മയുണ്ട്. അതുപോലെ നമ്മുടെ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ സമൂഹം അതിനെ ഒരുമിച്ച് നേരിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധേയമായ നിലവാരം പുലർത്തിക്കൊണ്ടുള്ള സഹകരണം നൽകുന്ന സ്ഥാപനങ്ങളാണ് നമ്മുടെ ഹോസ്പിറ്റലുകൾ. നമ്മുടെ ഹോസ്പിറ്റലുകൾക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള പരിശീലനമുണ്ട്, ഇല്ലെങ്കിൽ അത് ഉണ്ടാവണം. അങ്ങനെയുള്ള പരിശീലനം നമുക്ക് എപ്പോഴെങ്കിലും കിട്ടിയിട്ട് എല്ലാ ആഴ്ചയും ഈ ഡിസാസ്റ്റർ ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഒരു ഉത്സവത്തിന് ഒരു തല്ലുണ്ടായി കുറേ പേര് ഒരുമിച്ച് വരികയോ അല്ലെങ്കിൽ ഒരു കോവിഡ് 2020 മാർച്ചിൽ കേരളം വാർത്താ പ്രാധാന്യം നേടിയതുപോലെ നമ്മൾ കണ്ടതാണ്. തൃശ്ശൂർ പേരെടുത്തു ആദ്യമായി കോവിഡ് റെക്കോർഡ് ചെയ്തുകൊണ്ട്. ആറന്മുളയിൽ ഒരു ചെറുക്കൻ ഇറ്റലിയിൽ നിന്ന് വന്നിട്ട് അവൻ പോയ വഴികളെല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ട് ചാനലിൽ നമ്മളിങ്ങനെ നോക്കിയിരുന്നു അവൻ എവിടേക്ക് യാത്ര ചെയ്തതെന്ന്. അങ്ങനെ ഗവൺമെൻറ് പലപ്പോഴും ഇത്തരത്തിലുള്ള പാൻഡമിക് സിറ്റുവേഷനെ അല്ലെങ്കിൽ ഒരു എമർജൻസി സാഹചര്യങ്ങൾ സൊസൈറ്റി ഫേസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശങ്ങൾ ഇറക്കാറുണ്ട്. അത് നമ്മൾ പാലിക്കാറുണ്ട്. നമ്മുടെ ലോക്കൽ ഏരിയയിൽ സംഭവിക്കുന്ന കാര്യമാണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്കതിന് പരിശീലനമുണ്ടാകാൻ വർഷത്തിൽ 2 തവണ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രാക്ടീസ് ചെയ്യണം. ഒരു മോക്ക് ഡ്രില്ല് നടത്തണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നാൽ നമ്മുടെ ആശുപത്രിയിൽ എന്ത് സംഭവിക്കും, നമുക്കതിനെ ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, അതുപോലെ തന്നെ നമുക്ക് അതിനുള്ള മെഡിസിൻ സപ്ലൈസ് ഉണ്ടോ, എക്യുപ്മെൻസിൻ്റെ അവൈലബിലിറ്റി ഉണ്ടോ, ആ ഒരു ഡിസാസ്റ്റർ മാനേജ് ചെയ്യാനുള്ള പ്ലാൻ ഡോക്യുമെൻറ്റേഷൻ കറക്റ്റാണോ, നമുക്ക് ആ കമ്മ്യൂണിറ്റി എമർജൻസീസിനെ കൈകാര്യം ചെയ്യാനുള്ള പരിശീലനം നമ്മുടെ പുതിയ സ്റ്റാഫുകൾക്കും കിട്ടിയിട്ടുണ്ടോ, നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ ഏതൊക്കെ ഒരു കമ്മ്യൂണിറ്റി എമർജൻസീസിനെ കൈകാര്യം ചെയ്യാൻ പൊട്ടൻഷ്യലുള്ള സ്ഥാപനമാണ്. ഇത്തരത്തിലുള്ള 4 വ്യത്യസ്തമായ ഒബ്ജക്റ്റീവ് എലമെൻറ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ് കെയർ ഓഫ് പേഷ്യൻസിൻ്റെ 4ാമത്തെ സ്റ്റാൻഡേർഡ്. ദ ഓർഗനൈസേഷൻ പ്ലാൻസ് ആൻഡ് ഇംപ്ലിമെൻറ്റ് മെക്കാനിസം ഫോർ ദ കെയർ ഓഫ് പേഷ്യൻസ് ഡ്യൂറിങ് കമ്മ്യൂണിറ്റി എമർജൻസീസ്, എപ്പിഡമിക് ആൻഡ് അതർ ഡിസാസ്റ്റർ എന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് നമ്മൾക്കൊരു ബാധ്യതയുണ്ട്. ആ ബാധ്യത നമ്മൾ വിശദമായി ഡോക്യുമെൻ്റ് ചെയ്ത് പരിശീലിപ്പിക്കപ്പെട്ട് ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തി അങ്ങനൊരു സാഹചര്യം വന്നാൽ ഞങ്ങളുണ്ട് മുമ്പിലെന്ന് പ്രഖ്യാപിക്കാൻ ഈ ഒരു സ്റ്റാൻഡേർഡ് നമ്മളെ തയ്യാറാക്കും. ഓക്കെ.